ഇപ്പോൾ അഭിഭാഷകയും പൊതുപ്രവർത്തകയുമായ അഡ്വക്കേറ്റ് ആശ ടെലിഫോൺ ലൈനിലുണ്ട്. അഡ്വക്കേറ്റ് ആശ, ഇതിലിപ്പോൾ മുകേഷിനെതിരെ കൃത്യമായ തെളിവുകളുണ്ട്, സാക്ഷിമൊഴികളുണ്ട്. മുകേഷിന് കുരുക്കാവുന്ന രീതിയിൽ പരമാവധി ഈ എവിഡൻസസ് കളക്ട് ചെയ്യാൻ SITക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി കുറ്റപത്രത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് കോടതിയാണ്. അപ്പോൾ ഇത് സംഗതിയെല്ലാം പുറത്തായ സ്ഥിതിക്ക് മുകേഷ് MLA സ്ഥാനത്തിന്റെ കാര്യത്തിൽ മുകേഷ് ഒരു തീരുമാനം എടുക്കണം, പാർട്ടി മുകേഷിന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കണം എന്നല്ലേ തോന്നുന്നത്? അതെ, നമ്മളുടെ ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റ് അതിൽ കൃത്യമായ ഒരു തീരുമാനം എടുക്കേണ്ട സമയമാണ്. സാധാരണ കുറ്റ ആരോപണം എന്ന് പറഞ്ഞ് കാര്യങ്ങൾ വരട്ടെ, തെളിവ് വരട്ടെ എന്നൊക്കെ രീതിയിൽ മാറ്റി നിർത്താറാണ് പതിവ് പല പല സ്ഥലത്തും. ഇവിടെ വളരെ ക്ലിയർ ആയി തന്നെ എല്ലാ തെളിവുകളും കിട്ടിയ നിലയ്ക്ക് ധാർമ്മികമായി തന്നെ അദ്ദേഹം ആദ്യം തന്നെ അതിന്റെ മുകളിൽ തീരുമാനമെടുത്ത് രാജിവെച്ച് കൃത്യമായി തന്നെ ട്രയൽ ഫേസ് ചെയ്യാനും മറ്റ് നടപടികളൊക്കെ സാധാരണ മനുഷ്യർക്ക് നേരെ വരുന്ന രീതിയിലുള്ള എല്ലാ സംഗതികളും ഫേസ് ചെയ്യുക, അവനവന്റെ ഈ പ്രിവിലേജസ് ഒക്കെ ഒന്ന് മാറ്റിവെക്കുക. അത് നിയമപരമായി തന്നെ വലിയ ആവശ്യമാണ്. കാരണം ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആൾക്കാർ അവിടെ ഇരുന്നു കഴിഞ്ഞാൽ അത് പല രീതിയിലും തെളിവ് കൊടുക്കാനുള്ള ആളുകളെ മുഴുവൻ സ്വാധീനിക്കാനും തെളിവുകളെ സ്വാധീനിക്കാനും അതുപോലെ തന്നെ നീതിയിലേക്കുള്ള വഴിയെ തടയാനൊക്കെ കാരണമായി മാറും. അപ്പൊ അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം അദ്ദേഹത്തിന് ഉത്തരവാദിത്തമുണ്ട്, രണ്ട് ഗവൺമെന്റിനും അതുപോലെ തന്നെ പാർട്ടിക്കും ഉത്തരവാദിത്തമുണ്ട്. അത് ചെയ്യുന്നതിന് പ്രതീക്ഷിക്കുന്നു. അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് വേണ്ടി നാണം കെടുന്ന അവസ്ഥയിലേക്ക് എത്തും കേരളം. ഈ അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ പല വഴിത്തിരിവുകളും ഉണ്ടാകുന്നതും കൂടി നമ്മൾ സാക്ഷിയായി. ഈ വേണ്ട രീതിയിലുള്ളൊരു പിന്തുണ കിട്ടുന്നില്ല, അല്ലെങ്കിൽ തനിക്കെതിരെ വലിയ ഭീഷണികൾ വരുന്നു, തനിക്കിനി മുന്നോട്ട് പോകാൻ കഴിയുന്നില്ലെന്ന് കാട്ടി പരാതിയിൽ നിന്ന് പിന്മാറാൻ വരെ അതിജീവിതയായ നടി ഒരു ഘട്ടത്തിൽ തയ്യാറാകും നമ്മൾ കണ്ടതാണ്. പിന്നെയും അവർ അതിനകത്ത് ഉറച്ചു നിൽക്കുന്നു നമ്മൾ കണ്ടു. അപ്പോൾ പലതരത്തിൽ ഇടപെടലുകൾ ഉണ്ടാവാനിടയുള്ളൊരു കേസായിരുന്നു. വേണമെങ്കിൽ ഭരണപക്ഷ MLA എന്നുള്ള രീതിയിലുള്ള ആനുകൂല്യവും പഴുതുകളൊക്കെ നൽകി വേണ്ട രീതിയിൽ തെളിവുകളൊന്നും കളക്ട് ചെയ്യാതെ വേണമെങ്കിൽ ഈ കേസ് തള്ളിപ്പോകുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാമായിരുന്നു SITക്ക്. പക്ഷേ ഒരു സത്യസന്ധമായ അന്വേഷണം ഇക്കാര്യത്തിൽ നടന്നു എന്ന് അങ്ങ് കരുതുന്നുണ്ടോ? ഈ ആഭ്യന്തര വകുപ്പ് ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ നിലപാട് സ്വീകരിച്ച ഈ പോലീസിന്റെ കാര്യത്തിൽ എന്താണ് ഒരു കമന്റ്? അങ്ങനെ സത്യത്തില് നല്ലൊരു വില്ലേജ് ഓഫീസർ നന്നായി പണിയെടുത്തു കഴിഞ്ഞാല് പെണ്ടുമിലും കമന്റും നമ്മൾ പറയാറില്ല. അവനവന്റെ ജോലി അവനവൻ ചെയ്യുന്നു, നല്ല കാര്യം. അത് വിട്ടുവീഴ്ചയോട് കൂടിയോ അല്ലെങ്കിൽ വേറെ രീതിയിലൊക്കെ പ്രലോഭനത്തിൽ പെട്ടോ അല്ലെങ്കിൽ ഭയപ്പെട്ടോ ഒക്കെ ചെയ്യാതിരിക്കുമ്പോൾ മാത്രമാണ് കമന്റ് പറയേണ്ടതുള്ളൂ. അല്ലാതെ ശമ്പളം വാങ്ങി ജോലി ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. പിന്നെ അവർക്ക് മേലെ യാതൊരുവിധ ഭീഷണിയുമില്ല. പോലീസ് ഡിപ്പാർട്ട്മെന്റിന് മേലെ ആഭ്യന്തര വകുപ്പിൽ നിന്നോ മന്ത്രിസഭയിൽ നിന്നോ ഭീഷണിയുമില്ല. അപ്പൊ യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഇത് വലിയ സംഭവമായിട്ട് പറയേണ്ട കാര്യമില്ല. അത് ചെയ്യേണ്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ്, അവർ ചെയ്യുക തന്നെ വേണം. ചെയ്യാതിരിക്കുമ്പോഴാണ് നമ്മളതൊരു വലിയ വിഷയമായി മാറ്റുകയും അവരെ മാതൃകാപരമായി സ്ഥാനങ്ങളിൽ നീക്കുകയും വേണ്ടത്. ഇവിടെ SIT തന്ന കൃത്യമായി തന്നെ ജോലി ചെയ്തു. അപ്പൊ ഇനിയുള്ള ആളുകൾക്കും ആ രീതിയിൽ തന്നെ അവിടെ സമീപിക്കാനും പരാതി കൊടുക്കാനൊക്കെ സാധിക്കും. അത്രയേ ഉള്ളൂ അതിന് മുകളിൽ, അല്ലാതെ പ്രത്യേകിച്ച് കമന്റിന്റെ ആവശ്യമൊന്നുമില്ല. ശരി, നന്ദി അഡ്വക്കേറ്റ് ആശ പ്രതികരിച്ചതിന്.